ഹേ ഗായ്സ്, ഒരു കഥ സൊല്ലട്ടുമാ. അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈഷ്ണവിൻ്റെ മാരേജ് ഫിക്സ് ചെയ്യുന്ന ഡേ ആണ്. വയനാടുള്ള വൈയും കോട്ടയത്തുള്ള അവളും എങ്ങനെ കണ്ടുമുട്ടി എന്ന് വിചാരിച്ചാൽ, വൈയുടെ സ്വന്തം പെങ്ങൾ മേഘയുടെ ജൂനിയർ ആയിരുന്നു ഈ പറഞ്ഞ ഈ കൊച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയായിരിക്കുന്നു. അവളുടെ ജൂനിയർ ആയിരുന്നു ഈ കൊച്ച്. അങ്ങനെയാണ് നമ്മൾ ഈ കുട്ടിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവരുടെ പ്രേമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ അത് വീട്ടിലൊക്കെ സംസാരിച്ചു, ഏകദേശമൊക്കെ സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ഇന്ന് ആ കൊച്ചിൻ്റെ വീടും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. ആക്ച്വലി നമ്മളെ കഥാനായകൻ UK ലാണുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അവന് വരാൻ പറ്റാത്ത അവസ്ഥ. ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇതേവരെ കണ്ടിട്ടില്ല നേരിട്ട്. എന്തായാലും നമുക്ക് ആ ബ്ലോഗിന്റെ വിശേഷങ്ങളെല്ലാം കാണാം. അപ്പൊ ഗൈസ് നമ്മൾ പോവുകയാണ്. അപ്പൊ അതല്ല മോനപ്പോ പെണ്ണെട്ടാൻ പോവാണ്. എന്താണ് അവന്റെ ഒന്നും സ്വഭാവം എനിക്ക് ശരിക്കും പിടികിട്ടില്ല. അതിനുശേഷം പറഞ്ഞ പോലെ എന്താ അഭിപ്രായം? അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പറയും മാമനെന്ന നിലയ്ക്ക് മാമനെന്തെങ്കിലും ഇത് വൈ കാണും. എന്താണെങ്കിലും ഉപദേശിക്കാണെങ്കിൽ ഇതിൽ ഉപദേശിക്കാം. വേണ്ട, നമുക്ക് ഒറിജിനൽ സാധനങ്ങളാണ്. എന്തൊരു അഭിനയം! ഒറിജിനൽ ആണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ബ്ലോഗർ ശരിയാക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ പുനൊരു ജീവിതം. ഞാൻ വിചാരിച്ചു നീ നിനക്ക് ജീവിതം അപേക്ഷിക്കാന്ന് ജനങ്ങളോട്. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര എത്തി അറ്റ് ലാസ്റ്റ്. ടയേർഡായോ? എല്ലാരും ടയേർഡായി. ചൂട് സഹിക്കാൻ മാട്ടെ. അവർ വയനാട് ഇസ് ദി ബെസ്റ്റ്. ഗൈസ്, നമ്മൾ വൈക്കത്ത് എത്തിയ സമയത്ത് അവർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. ശശിപാപ്പൻ ഉപദേശിക്കുന്നു മോളെ, അമ്മായച്ചൻ മരുവാളെ ഉപദേശിക്കുന്നു. ഗൈസ്, വീട്ടിലൊന്ന് അടങ്ങി ഒതുങ്ങി നിക്കണം. ഗൈസ്, അത് ബാറാണ് ഗൈസ്, KTDCന്റെ. മാറി പോയിട്ട് പച്ചവെള്ളമാണ് ഗൈസ് കുടിക്കാൻ കഴിക്കാൻ പറ്റി. ഞങ്ങൾ നോക്കിയിരുന്നു, പക്ഷെ വെള്ളമേ ശരണം. എന്തൊരു വിനയമായിരുന്നു അവിടെ ഇരുന്നിട്ട്. അയ്യോ എനിക്കോ മറ്റോ അതെ ബിയറോ അതെന്താ? ഡേ 2 ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നു. വൈക്കം ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം അടിപൊളിയാട്ടോ. കുളമൊക്കെ നൈസാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വൈക്കം ശിവ ടെമ്പിൾ. മമ്മി മരുമോളെ കാണാൻ പോകുന്ന കോസ്റ്റ്യൂം അത്. നാത്തൂനെ സൂപ്പർ കൊള്ളാം. നാത്തൂന്റെ കോസ്റ്റ്യൂം. ഡാഡി നോക്കൂ, ഡാഡി വമ്പൻ ടെററാണ്. ഡാഡിന്റെ കോസ്റ്റ്യൂം. മാമൻ ഫ്രീക്കായുണ്ട്. അമ്മ എന്നാ ഓർഡർ ചെയ്തേ? അത് തന്നെ അല്ലാണ്ട് കഴിച്ചു. ജങ്ങാർ ഇങ്ങനെ വിട്ടു പോവുകയാണ് നമ്മളിൽ നിന്ന്. ടാറ്റ കൊടുക്കൂ. ഇത് കണ്ടോ, ഡബിൾ ഡെക്കർ. നീ വ്ളോഗി. കമോൺ, ദിസ് ഈസ് ന്യൂ വ്ളോഗർ മേഘ. ഭയങ്കര പ്രോഫിറ്റ് വർക്ക് ആയ ഒരു സാധനമാണ്. കാരണം ഈ ഒരെണ്ണേ ഉള്ളൂ ഇവിടെ ഈ കായലില്. ഇത് ഇച്ചിരി ബാറ് കണക്കുള്ളതാണ്, പക്ഷെ ഫാമിലി ഫ്രണ്ട്ലി ആണ്, നല്ല ഫുഡും ആണ്. മേഘ നിന്നെ സ്ഥാപിച്ചതായിരിക്കും. കറക്റ്റായിട്ട് ആ ഒരു ഷോപ്പിന് ഇത് കൊടുത്തോണ്ടിരിക്കുക, പ്രൊമോഷൻ. നോക്കുക എത്രങ്ങാനും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പെണ്ണിങ്ങനെ ഓണം. ഇതാണ് ബോട്ട് ജെട്ടി ഗൈസ്, വൈക്കം ബോട്ട് ജെട്ടി. കുറെ കിണ്ടി കിട്ടി. മേഘ ഇയാളെ മതി നിനക്ക്. അപ്പോഴൊരു പെണ്ണായി. ഇയാളെ സെറ്റാക്കിയാൽ നമുക്ക്. ഗോപൻ മരുമോളെ കാണാനുള്ള ആകാംക്ഷയോടെ വണ്ടി വേഗം വിടുന്നുണ്ട്. പുള്ളി വണ്ടി ഓടിക്കുമ്പോ എവിടെയും നോക്കൊന്നുമില്ല, ചിരിക്കൂല.
ശ്രദ്ധ മാറില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഏട്ടാ അങ്ങനെ ഓടിക്കോ, ഏട്ടാ എങ്ങനെ ഓടിക്കോ, വണ്ടി വരുന്നു പതുക്കെ പോവും. ഈ സ്കൂട്ടിയിൽ പോകുന്ന ഈ പുള്ളിയുടെ വൈൻ്റെ ഫ്യൂച്ചർ അമ്മാച്ചൻ. പുള്ളി നമുക്ക് വഴി കാട്ടി പോവുകയാണ്. നീ പറ. അത് ബ്ലോഗിൽ കയറ്റത് ബ്ലോഗ് അങ്ങനെ റിച്ചായിങ്ങനെ മൂപ്പർക്ക് പെറ്റിടിച്ചു വരും. നമുക്ക് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ബ്ലർ ചെയ്യാം. ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? സന്തോഷമല്ലേ? ഞങ്ങൾ അപ്പൂനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ നൗ? ഐ I'm so excited. This is the moment I'm waiting for. This is the day I'm waiting for. വൈ നമ്മള് മുഖം റിവീൽ ചെയ്യില്ല കേട്ടോ. എന്റെ മാത്രമല്ല എന്റെ അച്ഛന്റെ ചേട്ടന്റെ ഇടില്ല. അച്ഛന്റെ ചേട്ടൻ ഇവക്ക് ഇട്ടത് എന്റെ ഫ്രണ്ട്സിന് പെട്ടെന്ന് നിന്റെ ഫ്രണ്ട്സ് എന്റെ വ്ലോഗ് കാണും. പറയാൻ ഡയലോ പറയാലോ. ആനന്ദാസുർ പുഴിയടാ. ജീവിതം എന്ന ദിവ്യാനുഭവം. ഇതെങ്കിലും വായിച്ച് നന്നാവണം വേഗനോട്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായി കേട്ടോ. എന്നും എപ്പോഴും ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലത്തെ നല്ല ഫുഡ് പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെയാണ് കേസ്. ഞാൻ വീട്ടിൽ പണിയെടുക്കില്ല. അതെ വീട്ടിൽ പണിയെടുക്കാൻ നാട്ടിൽ എവിടെയും പണിയെടുക്കില്ല. നമ്മളിനി വരുമ്പോ കറങ്ങാൻ പോണ്ടേ? എന്റെ വീടത്തില്ല. അതാ ഞങ്ങൾ കിളിക്കൂടാണ് ഞങ്ങളെ. ലാസ്റ്റ് അവിടെ പോയിട്ട് വല്ല വാട്ടുകപ്പയും നീ പറ കിളിക്കൂട്ടിന്റെ റിവ്യൂ ആണ്. കിളിക്കൂട് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയാ? നീ കഴിച്ചിട്ടുണ്ടോ അവിടുത്തെ? അപ്പൊ കിളിക്കൂട്ട ഫുഡ് പറ എങ്ങനെയുണ്ട്? കിളിക്കോടിലെ നല്ല ഫുഡാണ്. ഇവിടുത്തെ ബാറ്റർ പറഞ്ഞു പഠിപ്പിക്കില്ല. പറ അല്ല കിളിക്കോടിലെ ഫുഡ് നല്ലതാണോ? എന്ത് ഫുഡ് മാത്രമല്ല വേറൊന്നും ഇഷ്ടക്കൊള്ളൂല. ബില്ലപ്പോലെ എല്ലാ അപ്പുന്റെ ചെലവ്. അടിച്ചു കയറി വാടാ. അനുരാഗത്തിൻ വേളയിൽ അവളുടെ ആ മുടിയിലും മറ്റെന്താണ് തട്ടത്തിലും പാറിപ്പറക്കുന്ന കാറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫാൻ കാണിച്ചു കൊടുക്കാം. മോള് അവിടെ പോയി ചാച്ചിക്കും. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകൻ ഞങ്ങളിതാ പോകും. ഇവര് എന്തൊക്കെ സാധനങ്ങളാ തന്നു വിട്ടേന്ന് കണ്ടോ? അതെ അതെ എല്ലാം ജൈവമാണ്. ജൈവ അവിലോസ് പൊടി, ജൈവ വാഴ, അല്ല ജൈവപ്പഴം. പിന്നെന്താ മുടിയില്ലാത്ത തല ഞാൻ എടുത്തോട്ടെ. വെച്ചോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാ. മേഘ ഒന്നും കൂടെ അഭിനയിക്കും. ഇതാ ശരി കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ചടങ്ങുകളൊക്കെ അപ്പൊ ഭംഗിയായി നടന്നില്ലേ? അതെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ടയേർഡാണ്, എല്ലാവരും ടയേർഡാ. ഗൈസ് ഞങ്ങൾ തിരിച്ചെത്തി, ഈടെത്തിയിരിക്കുന്നു. അയ്യോ കഴിഞ്ഞു, വ്ളോഗും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വയ്യ പോയി കിടന്നിറങ്ങട്ടെ. പളിയാ നീ ഹാപ്പി അല്ലേ?